ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഡീമൺ സ്ലേയറിൻ്റെ മൂവി ഇന്നലെ പോയി കണ്ടു. ഒന്നും പറയില്ല, അമ്മാതിരി സിനിമ. കാരണം ആനിമേഷനൊക്കെ പീക്ക്, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു രക്ഷയില്ലാത്ത ആനിമേഷനാണ്. എനിക്ക് നല്ലോണം തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ചെറിയ തോതിൽ സി ജി വെപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു കുഴപ്പമില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു സി ജി. ഒരു പ്രോബ്ലവും ഞാൻ കണ്ടില്ല. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഒരു രക്ഷയില്ല. അക്കാസേൻ്റെ ഒക്കെ ഫൈറ്റ് സീൻ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ടാൻജറിൻ്റെ സീൻ ആയിക്കോട്ടെ, അക്കാസേൻ്റെ എബിലിറ്റീൻ്റെ സീൻ ആയിക്കോട്ടെ, ഗീവിൻ്റെ വാട്ടർ ബ്രീത്തിങ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഒക്കെ പക്ക അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻഫിനിറ്റി കാസിലിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ, ആ ഒരു ആനിമേഷൻ തന്നെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും അടിപൊളി സിനിമയായിരുന്നു. പിന്നെ ഇത് ട്രിലജിയിലത്തെ ഫസ്റ്റ് സിനിമയാണ്. ഈ 2 സിനിമ വേറെ ഉണ്ട്. അത് അടുത്ത കൊല്ലം അടുത്ത സിനിമ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ മെയിൻ ഫൈറ്റ് പറയുന്നത് ഡോമായിട്ടുള്ള ഫൈറ്റ് ഫസ്റ്റ് പാർട്ടേ ഉള്ളൂ. പിന്നെ അക്കാസേൻ്റെ ഫുൾ ഫൈറ്റ്, പിന്നെ കൈഗാക്ക് വേഴ്സസ് സെനിറ്റ്സു. അതൊന്നും പറയാനില്ല. കാരണം സെനിറ്റ്സുവിൻ്റെ ആ ഒരു പ്രസൻസ് തന്നെ തിയേറ്റർ ഫുള്ള് എന്താ പറയുക, ആൾക്കാർ ആർത്ത് വിളിക്കുന്നു സെനിറ്റ്സുവിൻ്റെ സീനൊക്കെ ആകുമ്പോൾ. കാരണം അമ്മാതിരി ഫാൻ ബേസാണ് സെനിറ്റ്സുള്ളത്. ജെനിസിന് മാത്രമല്ല, ആനിമയ്ക്ക് തന്നെ ഇത്രയും ഫാൻ ബേസ് കൂടിയക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം തന്നെ 1 കോടി കളക്ഷൻ എടുത്തു എന്നിട്ടാണ് കേട്ടത്, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട്. അപ്പം അത്രത്തോളം ആനിമെ ഫാൻസ് കൂടിയെന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മാങ്ക വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, കുറച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അക്കാസിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ എനിക്കറിയാം. പക്ഷേ എന്നിട്ടും ആ ബാക്ക് സ്റ്റോറി ആ തിയേറ്ററിൽ കാണിച്ചപ്പോൾ എനിക്ക് സത്യമുള്ള സങ്കടം തോന്നി. എനിക്ക് മാത്രമല്ല, അതിൽ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേർക്കും, പിന്നെ തിയേറ്ററിലെ ചിലർക്കൊക്കെ വിഷമമായത് ഞാൻ കണ്ടു, ചിലർ കരയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത്രയും സ്ക്രീനിൽ ഇമോഷണലാക്കി കാണിച്ച ആ ഡയറക്ടറൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. UFO ടേബിളിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്രയും ആനിമേഷൻ ഈ ഒരു കൊല്ലത്തെയാണ് സമയം തോന്നുന്നു ഇത് ചെയ്യാനെടുത്തത്. ആ ഒരു കൊല്ലാണ്ട് ഇത്രയും പെർഫെക്റ്റായി എടുത്തതിന് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ആൻഡ് താങ്ക് യു. ഇനി വരുന്ന 2 സിനിമകളിലും ഞാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലും നല്ല ആനിമേഷൻ വരാൻ നോക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട പിന്നെ അതിൻ്റെ കളർ ഗ്രേഡിങ്ങും ഇതൊക്കെയാണ്. പെർഫെക്റ്റ് ആയിരുന്നു. ഓരോ സീനിലും നമുക്ക് ഗൂസ് ബംസ് വരും. കാരണം അത്രയ്ക്കും നല്ല ഫ്രെയിമും ഇതൊക്കെ ആയിരുന്നു. എടുത്തു പറഞ്ഞത് മറ്റേ സെനിറ്റ്സു വേഴ്സസ് കൈഗാക്ക്, അതിലത്തെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ട്. സെനിറ്റ്സുവിൻ്റെ ബാക്കിൽ യെല്ലോ ലൈറ്റും കൈഗാക്കിൻ്റെ ബാക്കിൽ റെഡ് ലൈറ്റും, പിന്നെ അത് മാറിക്കൊണ്ട് സെനിറ്റ്സുവിൻ്റെ ബാക്കിൽ റെഡ് ലൈറ്റായിട്ട് കാണിച്ചു. ഒക്കെ അടിപൊളി പെർഫെക്റ്റായി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയില്ല, ഇത് അടിപൊളി സിനിമയായിരുന്നു. എൻ്റെ പൈസ ചിലവായത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. ഞാൻ പൈസ ടിക്കറ്റ് എടുത്തത്. ഞാൻ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഈ അടുത്ത് ലോകമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ലോകം കാണാൻ പറ്റിയില്ല. കാരണം ഞാൻ പൈസ സേവ് ചെയ്ത് ഇതിന് പോകാൻ വേണ്ടി കാത്തൊക്കെയായിരുന്നു. കറക്റ്റ് സ്ഥലത്ത് തന്നെ പൈസ കൊടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും സിനിമ കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പറഞ്ഞോളൂ. ഞാൻ എന്തായാലും വായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.